അല്ല, അങ്ങനെയല്ലേ നമുക്ക് കണക്കാക്കാൻ കഴിയൂ. ഭാഗികമായി പണിത വീടുണ്ട്, അപ്പോൾ അവർക്കിനി വീടില്ല, ഭാഗികമായിട്ട് ഇനി പണിയണം കഴിയില്ല. അല്ലാതെ പുതിയ സ്ഥലത്ത് പോയിട്ട് ഭാഗികമായി പണിത് ബാക്കി പണിയണമെന്നല്ലല്ലോ നമുക്ക് ആലോചിക്കാൻ വേണ്ടി കഴിയുക. അതെല്ലാം തീർച്ചയായിട്ടും പുതിയ വീട് തന്നെ. അതിനുവേണ്ടി എന്തെങ്കിലും കുറവുണ്ടെങ്കിൽ പൊതുപ്രവർത്തകരുടെ നിലയ്ക്ക് ഞങ്ങളുടെയൊക്കെ ചുമതലയാണ് അതിൽ ശക്തമായി സമ്മർദ്ദം ചെലുത്തുക എന്നുള്ളത്, ആ ഉത്തരവാദിത്വം നിർവഹിക്കുക എന്നുള്ളതാണ്. ഗവൺമെൻറ് കാര്യങ്ങൾ പറയുമ്പോൾ ചില കാര്യങ്ങൾ ചിലപ്പോൾ ചില കുറവുകൾ സംഭവിച്ചു വന്നേക്കാം. ആ കുറവുകൾ ചൂണ്ടിക്കാണിക്കുക എന്നുള്ളത് പ്രദേശവാസികൾ എന്ന നിലയ്ക്ക് ഞങ്ങളുടെ ചുമതലയാണ്, പൊതുപ്രവർത്തകർക്ക് നമ്മുടെ ചുമതലയാണ്, അത് നമ്മളെല്ലാവരുടെയും കൂടെ ചുമതലയാണ്. നിങ്ങളുടെ ഈ ചർച്ച തന്നെ അതിന് പ്രേരകമാണല്ലോ. നിങ്ങളിപ്പോൾ പറയുന്ന ചർച്ച തന്നെ അതിന് പ്രേരകമായിട്ട് വരുന്ന നിർദ്ദേശങ്ങളായിട്ട് കണക്കാക്കപ്പെടുകയാണ് വേണ്ടത്. തീർച്ചയായും. മുഹമ്മദ് റാഷിദ്, അപ്പോൾ ക്യാമ്പിലുള്ള പാടിയിൽ നിന്നുള്ള ഈ വീട് പണി തുടങ്ങിയവരോട് പറയുക, അവർക്കും വീട് എന്ന നിലയ്ക്ക് തന്നെയാണ് സഹായം ലഭിക്കുക, അവർക്ക് വീട് നഷ്ടപ്പെട്ടതായി തന്നെയാണ് കണക്കാക്കുക. പിന്നെ ഈ പറഞ്ഞതുപോലെ ഇതുവരെയുള്ള ജീവിത സാഹചര്യങ്ങളിൽ താങ്കൾ പറയുന്നത് ഞങ്ങൾക്ക് മനസ്സിലാകുന്നുണ്ട്, അത് എങ്ങനെയാണ് അനുഭവിക്കുന്നതെന്നൊക്കെ മനസ്സിലാകുന്നുണ്ട്. ആദ്യത്തെ ചർച്ചയിൽ താങ്കൾ വന്നിരുന്നപ്പോൾ ഒരു പരാതിയും പറഞ്ഞില്ല. എനിക്ക് നല്ല ഓർമ്മയുണ്ട് താങ്കൾ എങ്ങനെയാണ് സംസാരിച്ചതെന്ന്. ഇന്ന് ദിവസങ്ങൾ ഇത്ര കഴിയുമ്പോൾ ആ സാഹചര്യം മാറുമ്പോൾ അത് മനസ്സിലാക്കാനാകുന്നു. മുഹമ്മദ് റാഷിദ്, എന്തായാലും സഹായം കിട്ടും. നിജേഷ് അരവിന്ദ്, ഇപ്പോൾ ക്യാമ്പുകളിൽ ആശങ്കയായിട്ടുണ്ടായിരുന്നു. പറഞ്ഞോളൂ. ഇത് ഒരു ആശങ്കയായിട്ടുണ്ടായിരുന്നു ഈ പാടികളിലെ താമസക്കാർക്ക്. അത് ഏകദേശം ഇപ്പോൾ ശശീന്ദ്രൻ സാറ് പറഞ്ഞത് ക്ലിയർ ആയിട്ടുണ്ട്, ഒരു ആശ്വാസമായിട്ടുണ്ട്. പിന്നെ മറ്റൊരു ആവശ്യം കൂടി പരാതിയായിട്ടല്ല പറയാനുണ്ട്. എന്ന് വെച്ചാൽ ജോലിക്ക് പോയ ഈ വെൽഡിങ് ജോലിക്ക് പോയ ആൾക്കാരുണ്ട്, ഇൻഡസ്ട്രിയിൽ ജോലിക്ക് പോയ ഇലക്ട്രീഷ്യന്മാരൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അവരുടെയൊക്കെ ടൂൾസ് അടക്കം ഒലിച്ചു പോയിട്ടുണ്ട്. പിന്നെ നിലവിൽ വാടക വീട്ടിലേക്കൊക്കെ മാറിയാൽ അവർക്ക് ഭാവിയിൽ പിന്നെ വരുമാന മാർഗമായിട്ടുള്ള സാമഗ്രികൾ പെട്ടെന്ന് വാങ്ങാനൊക്കെ പ്രയാസം ഉണ്ടാവും. ജോലിക്ക് പോയാലല്ലേ, ജോലിക്ക് പോകണമെങ്കിൽ ഈ പറഞ്ഞ യന്ത്രങ്ങളൊക്കെ അവർക്ക് വേണ്ടി വരും, വെൽഡിംഗ് മെഷീനൊക്കെ. അപ്പം അതിൻ്റെ കാര്യത്തിലൊക്കെ ഒരു പ്രയാസം. അതൊക്കെ ആരൊക്കെയാണ്, എത്ര പേരാണ്? ഇതിപ്പോൾ എല്ലാം സർക്കാരിന് ചെയ്യാൻ പറ്റില്ല മുഹമ്മദ് റാഷിദ്. സർക്കാർ ചെയ്യും, സർക്കാരിന് പറ്റാത്ത കുറേ കാര്യങ്ങൾ അല്ലാതെയും സന്നദ്ധ പ്രവർത്തകർ ചെയ്യുന്നുണ്ട്. ഇന്നിപ്പോൾ നോക്കൂ, റിപ്പോർട്ടർ ചാനൽ തന്നെ സംസാരിച്ച രണ്ടുപേർക്ക് രണ്ട് ഓട്ടോറിക്ഷ തൊഴിലാളികൾക്ക് ഓട്ടോ നൽകുമെന്ന് ഒരു വ്യവസായി സമ്മതിക്കുന്നുണ്ട്. അപ്പോൾ അങ്ങനെ ആരൊക്കെയാണ് ആവശ്യക്കാർ എന്ന് പറയുമ്പോൾ അവരുടെ പേരുവിവരങ്ങളൊക്കെ തരുമ്പോൾ നമ്മൾ തന്നെ, നമ്മുടെ പ്രതിനിധികൾ തന്നെ അവരുടെ പ്രതികരണങ്ങൾ എടുക്കുകയും ആ സഹായം ഇത് കണ്ടു നിൽക്കുന്നവർ തരാൻ തയ്യാറാവുകയൊക്കെ ചെയ്യും. എന്താണ് ശശീന്ദ്രൻ പറയാൻ പോയത്? മുഹമ്മദ് റാഷിദ് ഇപ്പോൾ പറഞ്ഞല്ലോ, ക്യാമ്പിൽ കഴിയുന്ന ആൾക്കാർക്ക് എന്ത് സ്കില്ലാണ് ഭാവിയിൽ ചെയ്യാൻ വേണ്ടി കഴിയുക എന്നുള്ള പഠിക്കുന്നതിന് വേണ്ടി ഒരു ടീം തിരുവനന്തപുരത്ത് നിന്ന് ക്യാമ്പ് സന്ദർശിക്കുന്നുണ്ട്. അവർക്ക് എന്തൊക്കെയാണ് ചെയ്യാൻ വേണ്ടി കഴിയുക, ഭാവിയിൽ എന്ത് ജോലിയാണ് ചെയ്യാൻ വേണ്ടി കഴിയുക, അതിൽ ഈ സ്കില്ലെല്ലാം, ഈ വെൽഡിങ്, അത്തരം കാര്യങ്ങളൊക്കെ നമുക്ക് ചെയ്യാൻ കഴിയുമെന്നാണ് പ്രതീക്ഷ. പുനരധിവാസം എന്ന് പറഞ്ഞാൽ ഒരാളെ ക്യാമ്പിൽ നിന്ന് മാറ്റി ഒരു വീട്ടിൽ കൊണ്ടുപോയി താമസിപ്പിക്കുക എന്നുള്ളതല്ല. അവരുടെ ഭാവി ജീവിതം, കുട്ടികളുടെ വിദ്യാഭ്യാസം, ആരോഗ്യം, നമ്മുടെ പുനരധിവാസത്തിനകത്ത് തന്നെ ഒരു പുതിയ കാഴ്ചപ്പാട് കേരളം ഉയർത്തിപ്പിടിക്കാൻ വേണ്ടി പോവുകയാണ്. അതാണ് ടൗൺഷിപ്പിലൂടെ വരുന്നത്. ഈ കാര്യങ്ങളെല്ലാം പരിഹരിക്കാവുന്ന രീതിയിൽ ഇടപെടേണ്ട, എല്ലാം ഒരാൾക്കും ഒരു പരാതി ഉണ്ടാവില്ല അർത്ഥത്തിലല്ല ഞാൻ പറയുന്നത്. പക്ഷേ അതിനുവേണ്ടി ഒരു ടീം ഇന്ന് രാവിലെ തിരുവനന്തപുരത്ത് നിന്ന് രണ്ടുപേർ എന്നോട് വന്ന് പറഞ്ഞിട്ട് അവർ കളക്ടറേറ്റിൽ ചെന്ന് ഈ ലിസ്റ്റ് എടുത്തിട്ടുണ്ട്. അവർ പരിശോധിക്കുകയാണ് ആ വീട്ടിൽ ആർക്കാണ് ജോലി ചെയ്യാൻ വേണ്ടി കഴിയുക, എന്ത് ജോലിയാണ് അവർക്ക് ചെയ്യാൻ വേണ്ടി കഴിയുക, അവർക്ക് എന്ത് ഉപകരണങ്ങളാണ് വേണ്ടി വരിക, അല്ലെങ്കിൽ എന്ത് സ്കില്ലാണ് ഗവൺമെൻറ് കൊടുക്കേണ്ടി വരിക. ഗവൺമെൻറ് അതൊക്കെ ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു പദ്ധതി തയ്യാറാക്കുന്നുണ്ട്. അതിലെല്ലാം ഒരു പരാതിക്കും ഇടം വരാത്ത രീതിയിൽ കഴിയുന്നതെന്ന് ഞാൻ പറയുന്നില്ല. പക്ഷേ ഗവൺമെന്റ് അതിനും കൂടി ഒരു പരിഗണന കൊടുക്കുന്നുണ്ട്. ഗവൺമെന്റ് മാത്രമല്ല, കേരളം ഒന്നാകെ ഒന്നിച്ചു നിൽക്കുന്ന ഒരു ഘട്ടത്തിൽ സഹായം നൽകാൻ കഴിവുള്ള ഒരുപാട് പേർ ഇവിടെയുണ്ട്. ഒരുപാട് പേർ പണം കൊണ്ടും അതല്ലാതെ വസ്തുവായും വീടായും ഒക്കെ സഹായം നൽകാൻ കഴിയുന്ന ഒരുപാട് പേരുണ്ട്. അപ്പോൾ അവരിലേക്ക് എത്തിക്കുക എന്നുള്ളതാണ് നമ്മുടെ ഒരു ചുമതല, മാധ്യമപ്രവർത്തകരുടെ ചുമതല. അപ്പോൾ താങ്കൾ ഈ പേര് വിവരങ്ങൾ നൽകിയാൽ അവരുടെ പ്രതികരണം എടുക്കുക, പ്രതികരണം നൽകുമ്പോൾ സഹായം നൽകാൻ തയ്യാറുള്ളവർ മുന്നോട്ട് വരികയും ചെയ്യും. മുഹമ്മദ് റാഷിദ്, അത് നമുക്ക് പരിശോധിക്കാം.